നമസ്കാരം, എൻ്റെ പേര് ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യം വളരെ സിമ്പിളാണ്. ചോദ്യം ഇത്രേ ഉള്ളൂ: മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരവും ഞാൻ പറയുവാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായ ഒരു ഡേറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു തുക ഇങ്ങനെ നിക്ഷേപിച്ച് പോകുന്ന പരിപാടിയാണ് SIP. ഈ ആൻസർ തെറ്റൊന്നുമല്ല, ആൻസർ ശരി തന്നെയാണ്. എന്നാൽ ഈ ആൻസറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൂടാ, ഒരു ചെറിയ അപൂർണത. സംഗതി ഇതാണ്: ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി മാത്രമല്ല SIP ഇൻവെസ്റ്റ്മെന്റ്. മറിച്ച് എല്ലാ ആഴ്ചയും ഇൻവെസ്റ്റ് ചെയ്താലും, എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്താലും, എല്ലാ 3 മാസം കൂടുന്തോറും ഇൻവെസ്റ്റ് ചെയ്താലും അതെല്ലാം മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള SIP നിക്ഷേപങ്ങളാണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് കൃത്യമായ ഇടവേളയിൽ, റെഗുലർ ഇന്റർവെൽ എന്നൊക്കെ പറയും, ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ SIP രീതിയിലുള്ള നിക്ഷേപം. അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നേരത്തെ പറഞ്ഞ പോലെ മാസമാകാം ഇടവേള, അല്ലെങ്കിൽ 3 മാസം എന്നതാകാം ഇടവേള, അല്ലെങ്കിൽ ആഴ്ചയാകാം, അല്ലെങ്കിൽ ദിവസമാവാം, എന്തോ ആവാം. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ നിലവിൽ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ SIP എങ്ങനത്തെയാണെന്ന് കമൻറ്റ് ചെയ്യുക. മന്ത്ലി ആണോ, വീക്ക്ലി ആണോ, ക്വാർട്ടർലി ആണോ, അതോ ഡെയിലി ആണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് വിട്ടേക്കുവാണ്. സംഭവം മറ്റൊന്നുമല്ല, എങ്ങനത്തെ SIP ആണ് കൂടുതൽ നല്ലത്, എങ്ങനത്തെ SIP ചെയ്താലാണ് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് വീക്ക്ലി ചെയ്യുന്നതാണോ, മന്ത്ലി ചെയ്യുന്നതാണോ, ക്വാർട്ടർലി ചെയ്യുന്നതാണോ, അതോ ഡെയിലി ചെയ്യുന്നതാണോ ബെറ്റർ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയുവാണ്. ഈ മ്യൂച്വൽ ഫണ്ടിലോട്ട് 2 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഒന്ന് ലംസം, മറ്റത് SIP. ഈ SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഉയർത്തി കാണിക്കുന്ന സാധനം എന്ന് പറയുന്നത് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന ഒരു സംഗതിയാണ്. എന്താണ് ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കഥയിൽ ചോദ്യമില്ല. ഒരു വീട്, ആ വീട്ടിൽ ഒരു ചെറിയ കുടുംബം താമസിക്കുന്നുണ്ട്. അവർക്ക് ഒരു വർഷം അരി മേടിക്കാൻ വേണ്ടി ഉള്ള പൈസ എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇവർക്ക് മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ 6000 രൂപ ഉപയോഗിച്ച് ഒന്നിച്ച് അരി വേണമെങ്കിൽ വീട്ടിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യാം, ലംസമായിട്ട് അരി മേടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ മാസവും 500 രൂപയുടെ അരി വെച്ച് മേടിക്കാം, എന്നാലും കുഴപ്പമില്ല, 6000 ആയല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ ആഴ്ചയിലും 125 രൂപയുടെ അരി വെച്ച് മേടിക്കാം. അങ്ങനെ ചെയ്താലും കണക്ക് കൃത്യമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും 25 രൂപയുടെ അരി വെച്ച് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക. മാസത്തിൽ ഒരു 20 ദിവസം മേടിക്കുന്ന കൂട്ടിയാൽ മതി. ശനി ഞായറും മേടിക്കാറില്ല, അവധി ദിവസങ്ങളിലും മേടിക്കാറില്ല. അപ്പോൾ അങ്ങനെ വന്നാലും കണക്ക് കൃത്യമാണ്. വർഷം 6000 രൂപയുടെ അരി മേടിക്കും. അപ്പോൾ ഇവർ 6000 രൂപ കൊടുത്ത് ഒരു കൊല്ലത്തേക്കുള്ള അരി മൊത്തം ഒന്നിച്ച് മേടിച്ചപ്പോൾ, അപ്പോൾ ആ സമയത്ത് 1 കിലോ അരിക്ക് 50 രൂപയായിരുന്നു വില കേട്ടോ. അപ്പോൾ ഇവർക്ക് 120 കിലോ അരിയാണ് കിട്ടിയത്. ഇനി മാസം 500 രൂപ വെച്ച് അരി മേടിക്കാൻ വേണ്ടി ഉപയോഗിച്ച കേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എല്ലാ മാസവും അരിയുടെ വില ഒരുപോലെയാണോ? അല്ല, അരിയുടെ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ചില മാസങ്ങളിൽ 50 രൂപയായിരുന്നു, ചില മാസങ്ങളിൽ 52 രൂപയായിരുന്നു, ചില മാസങ്ങളിൽ 53 രൂപയായിരുന്നു, ചില മാസങ്ങളിൽ 45 രൂപയായിരുന്നു, ചില മാസങ്ങളിൽ 46 ആയിരുന്നു. അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അവസാനം കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ശരാശരി ഒരു മാസം 47 രൂപയാണ് 1 കിലോ അരിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നതെന്ന് മനസ്സിലായി. ഇനി ആഴ്ചയിൽ അരി മേടിച്ചപ്പോഴും ഈ പ്രശ്നം ഉണ്ടായി. എല്ലാ ആഴ്ച എന്താണ് വില വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് 6000 രൂപയ്ക്ക് അരി മേടിച്ചു. കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഇവിടെയും ഏതാണ്ട് 47 രൂപയാണ് ശരാശരി 1 കിലോ അരിക്ക് ആയിരിക്കുന്നത്. ഇനി ഒരു ദിവസം അരി മേടിക്കുന്ന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ദിവസേന അരി മേടിച്ച കേസിൽ അവസാനം കൂട്ടി നോക്കി, എല്ലാ ദിവസവും പല വിലയാണല്ലോ, അവസാനം കൂട്ടി നോക്കിയപ്പം ഇവിടെയും ശരാശരി 47 രൂപ തന്നെയാണ്. വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു, എങ്കിലും പറയത്തക്ക വ്യത്യാസമില്ല. എങ്ങനെ? മാസം അരി മേടിച്ചപ്പോഴും ഡെയിലി അരി മേടിച്ചപ്പോഴും വീക്കിലി അരി മേടിച്ചപ്പോഴും 1 കിലോയ്ക്ക് കൊടുക്കേണ്ടി വന്ന തുക എന്ന് പറയുന്നത് ആവറേജ് ഏതാണ്ട് ഒരുപോലെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് 128 കിലോ അരിയാണ് മേടിക്കാൻ വേണ്ടി പറ്റിയത്. ലംസമായിട്ട് മേടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? 120 കിലോ അരിയേ കിട്ടിയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങളും. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകൾ നമ്മൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. ആ യൂണിറ്റിന്റെ വിലയെ പറയുന്ന പേരാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ. അതായത് 1 കിലോ അരിക്ക് വില പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ വില, അതാണ് ഈ NAV എന്ന് പറയുന്ന സാധനം. നമ്മുടെ 3 സുഹൃത്തുക്കൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിച്ചു കേട്ടോ. 3 പേരും ഒരേ ഫണ്ടിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. മാസം ഏതാണ്ട് 10,000 രൂപ എന്ന രീതിയിലാണ്
3 പേര് നിക്ഷേപിക്കുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. ഒന്നാമനായിട്ടുള്ള വിക്രമൻ എല്ലാ മാസവും 8-ാം തീയതി 10,000 രൂപ SIP ആയിട്ട് നിക്ഷേപിക്കും. ഇനി രണ്ടാമനായിട്ടുള്ള മൊയ്തീൻ അങ്ങനെയല്ല, എല്ലാ ആഴ്ചയും 2,500 രൂപ വെച്ച് നിക്ഷേപിക്കുകയാണ് അയാളുടെ രീതി. അപ്പം മാസം നിക്ഷേപിക്കുന്നത് 10,000 രൂപ തന്നെയാണ്. ഇനി മൂന്നാമനായിട്ടുള്ള രാഘവേട്ടൻ്റെ രീതി വ്യത്യസ്തമാണ്. രാഘവേട്ടൻ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 500 രൂപ വെച്ച് നിക്ഷേപിക്കുന്നതാണ് അയാളുടെ രീതി. എന്ന് പറഞ്ഞാൽ മാസം 20 ദിവസങ്ങളിൽ ഇദ്ദേഹം നിക്ഷേപിക്കും. അപ്പം 3 പേരും മാസം നിക്ഷേപിക്കുന്നത് 10,000 രൂപയാണ്. ഒരു കൊല്ലം കൊണ്ട് 3 പേര് നിക്ഷേപിക്കുന്ന എത്ര വരും? അപ്പോൾ 1,20,000 രൂപയാണ്. 3 പേരും ഇങ്ങനെ അങ്ങ് നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. 3 വർഷങ്ങൾ കടന്നുപോയി. 3 വർഷം കടന്നുപോയി കഴിഞ്ഞപ്പോൾ 3 പേരും ഇൻവെസ്റ്റ് ചെയ്തത് 3,60,000 രൂപയാണ്. ഇവിടെ 3 പേർക്കും ലഭിച്ചിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. വളരെ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരും മ്യൂച്വൽ ഫണ്ടുകൾ ഈ 3 കൊല്ലവും വാങ്ങിയതിൻ്റെ ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് സെയിം ആണ്. ഈ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. ഇനി ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും അതിന് സ്ഥിരതയൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ചെയ്തവന് കുറവ് പ്രൈസ് കിട്ടിയെന്നോ ആഴ്ചയിൽ ചെയ്തവന് കൂടിപ്പോയെന്നോ അങ്ങനെയൊന്നുമില്ല. ചെറിയ മൈന്യൂട്ടായ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് പരിഗണിക്കാൻ പോലുമില്ല. മാത്രമല്ല 3 പേർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിട്ടേണും ഏതാണ്ട് സെയിം ആണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഇയാൾ ഇപ്പം കണ്ടെത്തിയ കാര്യമാണ്. ഒരിക്കലുമല്ല. ഇത് ഞാൻ കണ്ടെത്തിയ കാര്യമൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണിത്. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. അതെന്നാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഈ ഡെയ്സൺ ജോസഫ് പറയാതിരുന്നത് ഈ 3 മാസം കൂടുമ്പോഴുള്ള നിക്ഷേപത്തെ പറ്റി, ക്വാർട്ടർലി SIP പറ്റി എന്താ പറയാതിരുന്നത്? 3 മാസം കൂടുമ്പോൾ അരി മേടിക്കുന്ന കേസും പറഞ്ഞില്ലല്ലോ. എന്ത് പറ്റി? ഈ 3 മാസം കൂടുമ്പോഴുള്ള നിക്ഷേപത്തിൽ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. ചെറിയ വ്യത്യാസം വരും. അതായത് നമ്മുടെ ആവറേജ് പ്രൈസിൽ വ്യത്യാസം വരും. നമുക്ക് കിട്ടുന്ന യൂണിറ്റുകളുടെ കേസിലും കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഡെയിലിയും വീക്ക്ലിയും മന്ത്ലിയും ഏതാണ്ട് ഒരേപോലെ പോകും. പക്ഷെ 3 മന്ത്സിൻ്റെ കേസിൽ അത് വ്യത്യാസം എങ്ങോട്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ മാർക്കറ്റ് പോകുന്നതനുസരിച്ചായിരിക്കും, ചിലപ്പോൾ ആവറേജ് പ്രൈസ് കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. എങ്കിലും ഒരു ഡിഫറൻസ് വരും. പറയാൻ മാത്രമുള്ള ഒരു ഡിഫറൻസ് വന്നേക്കും. ഇനി നിങ്ങൾ പറ, ഡെയിലി SIP വേണോ, വീക്ക്ലി SIP വേണോ, മന്ത്ലി SIP വേണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണേലും അത് നേരെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടുതരാം കേട്ടോ. എൻ്റെ അഭിപ്രായം ഞാൻ ഏതായാലും പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പായിട്ട് ചില വസ്തുതകൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുവാണേ. ഡെയിലി SIP പറ്റി പറയാം. ആദ്യം ഈ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാർ, വളരെ ചെറുകിട കച്ചവടക്കാർ, ഈ ഫുട്പാത്തിലൊക്കെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാർ, അതുപോലെ തന്നെ മറ്റ് ദിവസ വരുമാനക്കാർ, ഇവർക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ് ഈ ഡെയിലി SIP എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലേ. പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലാ ദിവസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ഡെബിറ്റ് ആവണം അല്ലേ. ഇവിടെ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം ഭയങ്കരമാണ്. എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പോകുന്ന ട്രാൻസാക്ഷൻ, ബാങ്ക് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ്റെ എണ്ണം ഭയങ്കരമാകും. അതുപോലെ AMCയിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെയും നമ്മുടെ ട്രാൻസാക്ഷൻസ് ഭയങ്കരമായിട്ട് നമ്പർ വളരെ കൂടുതലാണ്. ഇങ്ങനെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷനൊക്കെ ഇടയ്ക്ക് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വേറൊരു കുഴപ്പം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു SIP സെറ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാ ദിവസവും 500 രൂപ വെച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഒരു ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല, ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ SIP മുടങ്ങിപ്പോകും അല്ലേ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബാങ്ക് ഒരു പണി തരും. ഒരു പെനാൽറ്റി നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യും. അത് 100 രൂപ മുതൽ 900 രൂപ വരെയൊക്കെയുള്ള ഫിഗർ ആയിരിക്കും. മാസം 500 രൂപ ദിവസം 500 രൂപ അടവ് മുടങ്ങിയാലാണ് 800 രൂപ പിഴ വന്നത്. ഇങ്ങനെയൊക്കെ 2-3 ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഫൈൻ ആയിരിക്കും ആകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റർക്ക് പണിയാ. ഇപ്പോൾ ഒരു ദിവസത്തെ കൂലി കയ്യിലാണ് കിട്ടിയെങ്കിൽ ഇയാളത് ബാങ്കിൽ ഇടാൻ വേണ്ടി പോകണം, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇതൊക്കെ കുറച്ച് തലവേദന കേസാണ്. കാരണം ദിവസേന ഇതൊക്കെ ചെയ്യണമല്ലോ. ഇനി ആഴ്ചയിലെ SIPയുടെ കാര്യം പറയുവാണെങ്കിൽ അത് നമ്മൾ നോക്കുമ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നും അല്ലേ. ആഴ്ചയിൽ വരുമാനം കിട്ടുന്ന പണിക്കാരുണ്ട്, അതുപോലെ ഇടത്തരം കച്ചവടക്കാരുണ്ട്, കർഷകരുണ്ട്. ഇവർക്കൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഡെയിലി SIP ചെയ്യുന്ന അത്രയും ട്രാൻസാക്ഷൻസ് വരുന്നില്ല എങ്കിലും മാസം 4 ട്രാൻസാക്ഷൻസ് വെച്ച് വരുന്നുണ്ട്. ബാങ്കിലെ ട്രാൻസാക്ഷൻ ആണെങ്കിലും AMCയിലോട്ടുള്ള നമ്മുടെ ഇടപാടാണെങ്കിലും 4 എണ്ണം വെച്ച് വരുന്നുണ്ട്. ഇനി
മന്ത്ലി SIPയുടെ കേസ്, അതിപ്പോൾ എല്ലാവരും പറയും എന്താ, മാസം ശമ്പളം കിട്ടുന്നവർക്ക് പറ്റിയ പരിപാടിയാണ് മന്ത്ലി SIP എന്ന്. മാസ ശമ്പളക്കാർക്ക് മാത്രമല്ല, ആ ഒരു മാസത്തിലെ ആ ഒരു കൃത്യ ഡേറ്റിലെ എമൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർക്കെല്ലാം എന്താണ് ഈ ഒരു സംഗതി പറ്റുമെന്നുള്ളതാണ്. മന്ത്ലി SIPയുടെ കേസിലാവുമ്പോൾ ട്രാൻസാക്ഷൻസിന്റെ ഓവർലോഡ് ഇല്ല. ഒരു മാസം ഒരു ട്രാൻസാക്ഷനേ വരുന്നുള്ളൂ, ഒരു വർഷം 12 ട്രാൻസാക്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമല്ല, ഈ അക്കൗണ്ടിൽ പിന്നെ സഫിഷ്യന്റ് ബാലൻസ് ഉണ്ടെന്നൊക്കെ ഉറപ്പാക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ 8-ാം തീയതി ആണെങ്കിൽ 8-ാം തീയതി പൈസ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഒരു മാസം ഫ്രീ ആയിട്ടിരിക്കുക, അതേപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എങ്ങനെയാണ്, SIP ഡെയിലി ആണെങ്കിലും വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും റിട്ടേൺസ് ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഏതാ ബെറ്റർ, ഏതാ ചെയ്യണ്ടേ? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുവാണ്, ഈ ഡെയിലി SIPകൾ പരമാവധി ഒഴിവാക്കുക. ഏറ്റവും അധികം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് മന്ത്ലി SIPകളാണ്. അതാണൊരു സ്റ്റാൻഡേർഡ് പീരീഡ് എന്ന് പറയുന്നത് മന്ത്ലി എന്നുള്ളതാണ്. റെഗുലർ ഇൻ്റർവെല്ലിൽ മന്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം വലിയ പ്രശ്നം ആർക്കും ഇല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ചില ആൾക്കാരുണ്ട് മന്ത്ലി എമൗണ്ട് ഒപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനെ ഒരു വലിയ എമൗണ്ട് ആയി പോകുമല്ലോ, 10,000 രൂപ മന്ത്ലി അടയ്ക്കാൻ പറ്റുന്നില്ല. അത്തരക്കാർക്ക് വേണമെങ്കിൽ 2,500 രൂപ വെച്ച് വീക്കിലി, അങ്ങനെ വീക്കിലി SIP സ്റ്റാർട്ട് ചെയ്യാം. വീക്കിലി വേണമെങ്കിൽ ചെയ്യാം, മന്ത്ലി ആണ് ഏറ്റവും നല്ലത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ. ഇനി ഒഴിവാക്കേണ്ടത് ഏതാ, ഡെയിലി SIP ഒഴിവാക്കുക. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.